ഹലോ ഗൈസ്, ഞങ്ങളിന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പം തോന്നി വീട്ടിൽ ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് ചോദിച്ച് കന്യാകുമാരി വരെ പോയിട്ട് വരാമെന്ന് ചോദിച്ചു. ഞാൻ നേരെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ ട്രെയിൻ കയറാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ട്രെയിൻ ഉടനെ വരുമായിരിക്കും, എന്നിട്ട് ഉടനെ കയറും ഞങ്ങൾ. അങ്ങനെ ട്രെയിൻ വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ 4 പേരും ട്രെയിനകത്ത് കയറി ഇവിടെ ഇരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. ഞങ്ങളൊരു മൂലയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി വന്നെത്തി ഗൈസ്. വന്നെത്തിയപ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കണ്ട ഒരു ഹോട്ടലിൽ കയറിയത്. അവിടെ നിന്നൊരു വളിച്ച 4 ബിരിയാണി കിട്ടി. ഒരു വൈക്ക് വെള്ളത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് പെട്ടുപോയിട്ട് എന്തെങ്കിലും കഴിച്ച് തീർത്തിട്ട് എങ്ങനെയെങ്കിലും പോകാമെന്ന് കഴിച്ച് അങ്ങനെ ഇറങ്ങി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ കന്യാകുമാരിയിലേക്ക് നടത്താമായിരുന്നു. ഞങ്ങൾ 4 പേര്. ഫുഡൊക്കെ ഒന്ന് തേക്കണ്ടേ, ബിരിയാണിയല്ലേ കഴിച്ചത്, എന്തെങ്കിലും തേക്കിട്ടെന്ന് കഴിച്ച് നല്ല രീതിയിൽ അങ്ങ് നടന്ന് ഇങ്ങനെ പോയി. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിനകത്തൂടെ കയറി ഇങ്ങനെ പോയി. ഇടയ്ക്കൊന്ന് വിചാരിച്ചു വഴി അങ്ങനെ തെറ്റിപ്പോയോന്ന്, പക്ഷേ തെറ്റിയിട്ടില്ല ഗായ്സ്. ഞങ്ങൾ നേരെ കന്യാകുമാരിയിലെത്തി ഗായ്സ്. എന്താ ഭംഗി. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിരുന്നു ഗായ്സ് പോയി. നല്ല തിരക്കായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഞങ്ങളെങ്ങനെയെങ്കിലും എടുപ്പിച്ചു. ദൂരെ നോക്കുമ്പോഴേ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ ഒക്കെ ഒരു ഭംഗി, അതിവിടെ വന്നാൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ അത് കെട്ടി പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞാൽ കോട്ടയിലോട്ട് എത്തിയപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബ്രിഡ്ജൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി ഗൈസ്. നേരെ തിരിച്ച് പഴയ സ്പോട്ടിലെത്തി ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വെയിൽ കേട്ടോ, ഉള്ളുന്ന വെയിൽ. ഒടുക്കത്തെ ആളാണ് അവിടെ കുളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. വരുന്നവരും പോകുന്നവരും എല്ലാം ഇറങ്ങി കുളിക്കുക. കാരണം അമ്മാതിരി ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾക്കെല്ലാവരും കൂടെ സെൽഫി എടുക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ 2 സെൽഫിയൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ വീണ്ടും കുളിക്കാനുള്ള സ്പോട്ടിലോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുളക്കടവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുളക്കടവല്ല, ബീച്ചാണ് നമ്മളെ കന്യാകുമാരി ബീച്ച്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ സ്റ്റാച്ചുവിൻ്റെ ഒക്കെ ഒരു ഭംഗി ഉള്ളത് വേറൊരു ലെവൽ തന്നെയായിരുന്നു. ആ സ്റ്റാച്ചുവിൻ്റെ ഭംഗി വീണ്ടും എടുത്തിട്ട് മതിയാവില്ല. അത്രയ്ക്ക് ആ കാഴ്ച നമ്മളവിടെ പോയ പ്രധാനമായിട്ടും അവിടുത്തെ ആ ഒരു സ്റ്റാച്ചു കാണുന്നത്. പിന്നെ ബീച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു കുളി ഉറപ്പാണല്ലോ. അങ്ങനെ നേരെ കുളിക്കാനായിട്ടിറങ്ങി. പിന്നെ ഞാൻ കുളിക്കാൻ ഇറങ്ങിയില്ല. എനിക്ക് എന്തോ അവിടെ കൊച്ചു പിള്ളേരൊക്കെ മൂത്രമൊഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് എങ്ങനെ ഇറങ്ങുന്ന ശിവന്മാരിറങ്ങി. അവന്മാർക്ക് അതൊന്നും വലിയ പ്രശ്നമില്ല. അവന്മാർ വെള്ളത്തിൽ കളിച്ചതാണ്. അങ്ങനെ അവന്മാർ നേരെ ബീച്ചിലോട്ടും ഇറങ്ങി. എനിക്കെന്താ പറയുക, കണ്ടപ്പോൾ ഇറങ്ങാൻ തോന്നിയില്ല. ഞാനിറങ്ങിയില്ല. നമ്മൾ കാഴ്ചക്കാരായിട്ട് അവിടെ നിന്ന് തുളസിനെ കണ്ടു. പിന്നെ ശക്തമായിട്ടുള്ള തിരകളൊക്കെ വന്നുകൊണ്ടിരുന്നു. പിന്നെ അവിടെ നിയന്ത്രിക്കാനാരും ഇല്ല. എല്ലാവരും കടലിനകത്ത് ഇങ്ങനെ മുങ്ങി ഇങ്ങനെ കിടക്കുക. കുഴപ്പമൊന്നുമില്ല.
സുഖം. ആ ചൂടത്ത് ഇങ്ങനെ കിടക്കാനും നല്ല സുഖമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് കിടക്കാം. എത്ര പേരും കിടക്കുന്നതിന് കുഴപ്പമില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമാരെയും കൂടെ തിരിച്ചു കയറ്റാനായിരുന്നു ഏറ്റവും വലിയ പാട്. പിന്നെ എങ്ങനെയെങ്കിലും വിളിച്ച് ലാസ്റ്റ് ഇറങ്ങി. ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ല അവിടെ പിന്നെ പൊളിച്ച് വൈവേ അങ്ങനെ കുളിയും ചവരിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. നേരെ വീട്ടിലേക്കാണ് നിൽക്കുന്നത്. അതിന് മുമ്പ് ഒന്ന് ഫുള്ള് ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഫുള്ളൊന്ന് കറക്കിയെങ്കിലും എടുത്തില്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളെല്ലാം ഒന്ന് എടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് വെച്ചാൽ ഫോണൊന്ന് ചുമ്മാ ആയിട്ട് കറക്കി. എന്നിട്ട് ഞങ്ങൾ നിന്ന് നേരെ പോകാനായിട്ട് ഇറങ്ങി. അതിനുശേഷം സൂര്യാസ്തമയം കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി ഗൈസ്. കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടുകൊണ്ട് നടക്കാമെന്ന് കഴിച്ചു. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലും വീട് പിടിക്കണമെന്ന് വെച്ച് നോക്കിയപ്പോൾ അവിടെ രണ്ടുമൂന്ന് വണ്ടി ഇരിക്കും. അതിൽ കയറി പെട്ടെന്ന് പോയാലോ എന്ന് വരെ വിചാരിച്ചു. പക്ഷെ നമുക്കതിനകത്ത് കയറാൻ പറ്റത്തില്ല. അത് കൊച്ചു പിള്ളേർക്കുള്ള വണ്ടിയായതുകൊണ്ട് നമ്മൾ പോയില്ല. അതിനുശേഷം രണ്ട് പാട്ടുകാരെ കണ്ടു ഗൈസ്. ഞങ്ങൾ ആ കഴിയുന്ന ചെറിയൊരു സംഭാവന അവർക്ക് കൊടുത്തു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത പോകുന്നതെന്ന് പറഞ്ഞാൽ പെരുന്തലൈവർ കാമരാജർ മെമ്മോറിയലിലേക്കാണ്. അങ്ങനെ ഞങ്ങളിവിടെ മെമ്മോറിയൽ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ നല്ല വൈബായിരുന്നു. അവിടെ നല്ല എന്തോ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു അവിടെ നിന്നപ്പോൾ തന്നെ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചു. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിരുന്നു. എന്തോ നല്ലൊരു വൈബുണ്ടായിരുന്നു അതിനകത്ത് കയറി. നല്ല അത്രയും പൊരുവെയിലത്ത് നിന്ന് കുഴഞ്ഞിട്ട് അതിനകത്ത് വന്നിരുന്നപ്പോൾ തന്നെ ഒരു സുഖമായിരുന്നു. ഞങ്ങൾ ചെറുതായിട്ട് അവിടെ നല്ല രീതിയിൽ ഒന്ന് വാച്ചൊക്കെ ചെയ്തു. നല്ല ആളുകളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പിന്നെ വായനോട്ടം ഉണ്ടല്ലോ, അത് കളയാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ എല്ലാം വായനോക്കി കഴിയുന്നു. പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ വീട്ടിലോട്ട് പോകും. ട്രെയിൻ വരാൻ സമയം 15 വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അണ്ണാ ട്രെയിൻ വന്നു. ഓക്കെ ബൈ ഗൈസ്.